അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. വാപ്പ നിന്റെ നന്ദനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ നന്ദക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. ലോണ കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഇസ് ദ റീസൺ? ഫ്ലാഷ് ബാക്ക്. പേർ എനിക്ക് കുറെ വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ എന്ന് പറയുന്നത് തൊപ്പി അനീഷിന് വോട്ട് ചോദിക്കുന്ന വീഡിയോയാണ്. അതിന് കാശുവല്ലോ. കഴിഞ്ഞ വർഷം തൊപ്പി വോട്ട് ചോദിച്ചത് ജിൻഡോയ്ക്ക് വേണ്ടിയായിരുന്നു. തൊപ്പി ചോദിക്കാനുണ്ടായ കാരണം എന്നത് എനിക്കന്ന് അറിയാം, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ദുരന്തം പറച്ചിലൊക്കെ നിർത്തി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. അല്ല, അതിന്റെ ഒരു പ്രൂഫ് എന്താ വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇയാളെല്ലാം അറിയുന്ന കാര്യമാണ്. ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ട്, ഇയാൾക്ക് എന്തെല്ലാം അറിയാൻ പോലും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു പ്രൂഫ് കാണിക്കുക. എന്താ ഉറക്കം വരുന്നു. ഇയാളെല്ലാം ഫീൽഡ് ഔട്ട് ആകുമ്പോഴേക്ക് ഈ തൊപ്പിന്റെ നെഞ്ചത്തേക്ക് കയറുന്ന പരിപാടി ഉണ്ട്. ഇതിപ്പോ ഒരു ട്രെൻഡാണ്. ഈ ഫീൽഡ് ഔട്ട് ആകുന്ന കളവന്മാരെല്ലാം തൊപ്പിന്റെ നെഞ്ചത്തേക്കാ. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അഖിൽ മാറാർ, യു ആർ എ ലയർ, യു ആർ എ ലയർ. ഓക്കെ, അത് അത്രേ ഉള്ളൂ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പൈസ വാങ്ങിയിട്ട് എഴുതുന്നല്ലേ മാരാറ് നിങ്ങൾ പറഞ്ഞത്? അതിനൊരു എക്സ്പ്ലനേഷൻ വേണം. പൈസ വാങ്ങിട്ടെന്ന് പറഞ്ഞാൽ നീ അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചെന്ന് അവരുടെ PR ടീമാ പറഞ്ഞത്. വെറുതെ കിടന്ന് ഉരുളാദാശനെ. വിനു നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയെന്ന്. ജിൻഡോന്റെ PR ചെയ്യാൻ വേണ്ടി ഞാൻ പൈസ വാങ്ങിയെന്ന് വിനു പറഞ്ഞു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. നീ ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോ എന്ന് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ. നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. ബിഗ് ബോസ് കണ്ടിട്ടാണോ അരീക്ഷ നോട്ട് പിടിക്കുന്നത്? അതോ അവരുടെ പൈസ മേടിച്ചിട്ടോ? പൈസ മേടിക്കുന്നത് നീ കണ്ടോ? ആണോ അല്ലയോ? എടാ, പൈസ മേടിക്കുന്ന നീ കണ്ടോ? നിന്റെ തെളിവുണ്ടോടാ? മറ്റുള്ളവർക്ക് പാര വെക്കുന്ന എരപ്പാടത്തര ആര് കാണിച്ചാലും ഞാൻ പ്രതികരിക്കും. നീ വാപ്പയെ വിളിച്ച് സംസാരിക്കുന്നത് എന്നെ വിളിച്ച് സംസാരിക്കാതെ. വാപ്പ നിന്റെ നന്ദനാണ് ഞാൻ വിളിച്ചത്. നീ എന്താ വാപ്പാക്കെല്ലാം പറയുന്നത്? നിന്റെ നന്ദക്ക് ഞാൻ വിളിച്ചില്ലല്ലോ. നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ? എന്ത് സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത്? നീ വലിയ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഒരാള് വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യത. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. നിന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് നിന്നെ വിളിക്കാനല്ലേ പറയണത്. നീ എന്നെ വിളിച്ചിട്ട് നീ എടാ പോടാന്ന് വിളിച്ച് സംസാരിക്കും. എടാ പോടാന്ന് വിളിക്കാൻ പറ്റാണ്ട് നീ ആരാ, ജഡ്ജിയോ? നീ എന്നെ വിളിച്ചിട്ട് എന്തോ ആദ്യം സംസാരിച്ചത്? എടാ പോടാ, നിന്നെ എടാന്ന് വിളിക്കൂടാ. നിന്നെ എടാന്ന് വിളിക്കും, കള്ളന്മാരെ എടാന്ന് വിളിക്കും. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വച്ചു എന്ന് പറഞ്ഞ പോലെ ആയി. നല്ല കോണാണല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ വല്ലവന്റെ കയ്യിൽ നിന്ന് കാശും മേടിച്ച് നീ അവിടെ ഇവിടെ കിടക്കുന്നതിന് വേണ്ടിട്ട് PR പണി എടുക്കുന്നത്. എടാ, നീ പൈസ വാങ്ങിന്ന് വീണ്ടും വീണ്ടും പച്ച നുണ പറയുന്നു നിന്റെ നാവ് എടുത്തിട്ട്. എന്ന് പറയുന്ന ജിൻഡോയ്ക്ക് PR ചെയ്തവൻ എന്നോട് പറഞ്ഞ ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന എന്നാ ഞാൻ പറയുന്നു, അനുമോളുടെ കൂടെ ഉള്ള ഷുക്കൂർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു അഖിൽ മാറാട് പൈസ വാങ്ങിയിട്ടുണ്ട്. ഞാൻ എനിക്ക് അങ്ങനെ പറയാമോ? അപ്പൊ നീ എന്തൊക്കെ കാണിച്ചു? നീ എന്തൊക്കെ കാണിച്ചിട്ടാ ബിഗ് ബോസിൽ നാണമില്ലാണ്? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പോലെ ബിഗ് ബോസിനെതിരെ പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോയിട്ട് ഊമ്പിയിട്ടില്ല. മനസ്സിലായടാ? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അഖില് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വിനു പറഞ്ഞു തൊപ്പി പൈസ വാങ്ങിയതാ. നാണമില്ലല്ലോടാ നിനക്ക്. നാണവും മാനവും ഒക്കെ വിറ്റതിന്റെ ബാക്കിയാ. ഇതിൽ പറയുന്നത് വിനു ആണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ പറയുന്നത്. അത് നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് ക്ലാരിറ്റി. കേട്ടല്ലോ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല.